എങ്ങനെയാവും മത്സരം എന്നത് വളരെ ആകാംക്ഷാഭരിതമായി നിൽക്കുന്ന ചോദ്യമാണ് കാണികൾക്ക് മുന്നിൽ, ആരാധകർക്ക് മുന്നിൽ. കേരളത്തെ സംബന്ധിച്ച, ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച സമനില എങ്കിൽ പോലും ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പാണ്. ആ നിലയ്ക്ക് വലിയ തരത്തിലുള്ള പ്രതീക്ഷകളാണ് നിൽക്കുന്നത്. ഏത് കളിയാകും പരിശീലകൻ, ഏത് കേളി തന്ത്രമാണ് പരിശീലകൻ കെട്ടഴിക്കുക എന്നതൊക്കെ സംബന്ധിച്ച് ഇവിടെ സുദേശ്, യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ അപ്പുറം ഡൽഹിയുടെ സാധ്യതകൾ കൂടി വളരെ സമഗ്രമായി വിലയിരുത്തുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭയക്കേണ്ട ഒരു ടീമാണ്. കാരണം എന്ത് സംഭവിക്കാവുന്ന, ഒരു മാസം മുമ്പ് കേരളത്തിൽ വന്ന് കേരളത്തെ വിറപ്പിച്ചാണ് അവർ പോയത്. ഹ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷേ അതിനുശേഷം വിനീത് ടീമിലേക്ക് വരുന്നു. കേളി ശൈലിയും ടീമിൻ്റെ മുഴുവൻ ഒരു സ്റ്റാറ്റസ് മാറുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടു. നിലവിൽ ഇന്ന് അവരുടെ ഭാഗത്തു നിന്ന് ഡൽഹിയുടെ തന്ത്രങ്ങൾ എന്താകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം അവർക്ക് ഇരട്ടി സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ ഇന്ന് കേരളത്തേക്കാൾ. നമുക്കറിയാം, ഇത് ISL 3 ISL പിന്നിടുന്നു. ആദ്യത്തെ ISL 5ാം സ്ഥാനത്തായിരുന്നു ഡൽഹി. പിന്നീട് അവർ സെമിയിലെത്തുന്നു. പിന്നീട് ഇത്തവണ കുറേ കൂടി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടീമാണ്. അവരുടെ ഒരു ഫോമിൻ്റെ കണക്ക് വെച്ച് ഇത്തവണ അവർ ഒരു ഫൈനൽ കളിക്കണം, ആ നിലയ്ക്കുള്ള ഒരു കണക്ക് വെച്ച് ഫൈനൽ കളിക്കേണ്ട ഒരു ടീം തന്നെയാണ്. ആ രീതിയിൽ ഈ ISL ടീമുകൾ തമ്മിൽ വലിയ അന്തരമില്ല എന്ന് നമുക്കറിയാം. ഓരോ ദിവസമാണ് ഓരോ ടീമുകളുടെ വിജയവും തോൽവിയും എല്ലാം നിശ്ചയിക്കുന്നത്. എന്നാൽ ഡൽഹി അല്പം ഭേദപ്പെട്ട് ഏറെക്കുറെ നല്ല മത്സരങ്ങൾ കളിച്ച ടീമാണ്. അവർ ഏറെ ഗോളുകൾ നേടിയിരിക്കുന്നു. എങ്കിൽ അതുകൊണ്ട് തന്നെ ഡൽഹിക്ക് വലിയൊരു സാധ്യത ഇന്നത്തെ മത്സരത്തിൽ, അല്ലെങ്കിൽ ഈ സെമി ഫൈനലിൽ തുടക്കം തൊട്ട് കൽപ്പിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ കേരളം തങ്ങളുടേതായ ശൈലി നടപ്പാക്കുകയും മത്സരം വരുതിയിലാക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൻ്റെ സാധ്യതകൾ കൂടുതലായി നമ്മൾ വിലയിരുത്തുന്നത്. എന്നാൽ സമ്പ്രട്ടോ എന്ന പരിശീലകൻ വളരെ നല്ല രീതിയിൽ അദ്ദേഹം ഒരു ഡിഫൻഡറാണ്. ഇറ്റാലിയൻ ഫുട്ബോൾ നമുക്കറിയാം, വളരെ ഡിഫൻസീവായ ഫുട്ബോൾ കളിക്കുന്നവരാണ് ഇറ്റലിക്കാർ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ടീമായ ഡൽഹി കളിക്കുന്ന ഒരിക്കലും ഡിഫൻസീവായ ഫുട്ബോളല്ല. ഡിഫൻസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം അനസ് എടത്തൊടി ഒഴികെ വിദേശികളായ സ്പാനിഷ് താരങ്ങളുണ്ടെങ്കിലും മറ്റ് 2 ഇന്ത്യൻ താരങ്ങൾ, സവിക് ചക്രവർത്തി നന്നായി കളിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഡിഫൻസിന് അത്രത്തോളം പ്രാധാന്യം അവർ കൊടുത്തില്ല, അല്ലെങ്കിൽ ഒരു ശക്തമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡൽഹിയുടെ മധ്യനിരയും അറ്റാക്കിംഗ് സൈഡും നോക്കുമ്പോൾ ഡിഫൻസ് പോരാ. ആ ഒരു വീക്ക് പോയിന്റിലായിരിക്കും കേരളവും ഇന്ന് പിടിച്ചു കയറാനുള്ള ഒരു സാധ്യത എന്ന് തന്നെ പറയണം. അത് മധ്യനിരക്കാർക്ക് കൂടി സമ്മർദ്ദമുണ്ടാക്കുന്നു. ഈ ഡിഫൻസിനെ അധികമായി വിനീതിനെയും മറ്റും പോലുള്ള താരങ്ങൾ അമിതമായി അതിവേഗത്തിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ, നാസണും ബെൽഫോർട്ടും പോലുള്ള താരങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഡിഫൻസിനെ സഹായിക്കാൻ മധ്യനിരയ്ക്ക് എത്തേണ്ടി വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തനതായ കളി കളിക്കാൻ കഴിയില്ല. അതായിരിക്കും കേരളം ലക്ഷ്യം വയ്ക്കുന്നത്. അത്തരത്തിലൊരു ഡൽഹി ആയിരിക്കും കേരളം ലക്ഷ്യമിടുന്നത്. അപ്പം അത് മുറിച്ച് കടക്കാനുള്ളൊരു തന്ത്രമായിരിക്കും അവർ പ്രയോഗിക്കുക എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, മുന്നേറ്റത്തിൽ മാഴ്സലോനോയും ഗഡ്സെയും പോലുള്ള, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കെയ്ൻ ലൂയിസ് എന്ന ഇന്ത്യൻ താരത്തെ, അദ്ദേഹം അമേരിക്കയിലും മറ്റും ലീഗ് കളിച്ചിട്ടുള്ള താരമാണ്. വളരെ ചെറുപ്പമാണ്. ഈ ISL ഏറ്റവും നല്ല യുവതാരം എന്ന് തന്നെ പറയാവുന്ന ഒരു താരമാണ്. അദ്ദേഹത്തെ കൂടി എടുത്തു പറയണം. ഈ താരങ്ങളുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അഗ്രസീവായ ഫുട്ബോൾ കളിക്കാനുള്ള ഒരു പ്രവണത തന്നെയായിരിക്കും ഡൽഹിക്ക്. അത് മുടങ്ങുകയാണെങ്കിൽ അവരുടെ മൊത്തം തന്ത്രങ്ങൾ പാളുന്നത് കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി മലൂദയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ പേരെ മധ്യനിരയിൽ സഹായത്തിന് കൂടുതൽ പേരെ നിയോഗിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. 1 or 2 അറ്റാക്കർമാരെ മാത്രം നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ അല്പം പിന്നോട്ട് വലിച്ച് വിങ്ങുകളിലൂടെ കയറി കളിക്കാൻ, കെയ്ൻ ലൂയിസിനെയും മാഴ്സലോനെയും വിങ്ങുകളിലൂടെ കയറി കളിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശൈലിയായിരിക്കും സ്വാഭാവികമായും പുറത്തെടുക്കുക. എന്തു തന്നെ ആയാലും നല്ലൊരു ടീം എന്ന നിലയിൽ മധ്യനിരയും നേരത്തെ പറഞ്ഞതുപോലെ മുന്നേറ്റ നിരയും ശക്തമായ ഒരു ടീം തന്നെയാണ് ഡൽഹി. അതുകൊണ്ട് അതിൽ ഊന്നിക്കൊണ്ട് തന്നെയായിരിക്കും മലൂദയിലും ഒപ്പം തന്നെ മാഴ്സലോനെയും ഗഡ്സെയും പോലുള്ള മുന്നേറ്റ താരങ്ങളിലും മറ്റും ഊന്നിക്കൊണ്ടുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇവിടെ സാധ്യതയുള്ളത്. അവരുടെ ബെഞ്ച് സ്ട്രെങ്ത്തും അത്ര പോരാ. പെലിസറിയെ പോലുള്ള താരങ്ങൾ ഇപ്പോഴും ഫോമിലല്ല, പരിക്കിൽ നിന്ന് മോചിതരായിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ താരങ്ങളെ മാറ്റിക്കൊണ്ടുള്ള ഒരു പരീക്ഷണവും സാധിക്കില്ല. കഴിഞ്ഞ ഒരു കളിയിൽ ഇന്നലത്തെ കളിയിൽ നമ്മൾ കണ്ടതാണ്, 9 താരങ്ങളെ മാറ്റിയാണ് കൊൽക്കത്ത കളിക്കാൻ ഇറങ്ങുന്നത്. അത് അസാധ്യം. ഇവിടെയാണ് ബിനീഷ് പറഞ്ഞതുപോലെ 11 താരങ്ങൾ, എല്ലാം സ്ഥിരമായ 11 കളിക്കാരല്ല ഇന്ന് ഫുട്ബോളിൽ. വലിയ മാറ്റങ്ങൾ. ഇന്നലെ കൊൽക്കത്തയ്ക്ക് ഒരു സമനിലയായിരുന്നു വേണ്ടത്. 9 താരങ്ങളെ മാറ്റാൻ തയ്യാറാവുന്നു. കേൾക്കുമ്പോൾ സാധാരണക്കാരായ കാണികൾക്ക് അത്ഭുതം തോന്നും. ഹ്യൂമിനെ പോലുള്ള താരങ്ങൾ പുറത്തിരിക്കുന്നു, പൊസ്റ്റിക പുറത്തിരിക്കുന്നു. അപ്പോൾ അതാണ് ഇന്ന് മോഡേൺ ഫുട്ബോളിൽ അത്തരം അപ്രവചനീയമായ തന്ത്രങ്ങൾ. ആ സമയത്ത് കോച്ചിന് ഓരോ ടീമിനെതിരെയും വ്യത്യസ്തമായ തന്ത്രങ്ങൾ, അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തിന് കളിക്കിടയിൽ തന്നെ പലപ്പോഴും തന്ത്രങ്ങൾ മാറുന്ന അവസ്ഥ ഇതാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഡൽഹി കുറേ കൂടി അഗ്രസീവായ ഒരു ഫുട്ബോൾ തന്നെയായിരിക്കും. ഡിഫൻസിലേക്ക് അത്ര പോകാൻ സാധ്യതയില്ല. എങ്കിൽ പോലും തങ്ങളുടെ ഡിഫൻഡർമാരെ സഹായിക്കാനുള്ള മധ്യനിരക്കാരെ അവർ ഒരുക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൻ്റെ അതിവേഗക്കാരായ ആക്രമണ ശക്തിയെ ചെറുക്കാനായിരിക്കും അത്. എങ്കിൽ പോലും ആക്രമണ ഫുട്ബോൾ തന്നെയായിരിക്കും അവർ കളിക്കുക. ബിനീഷ്, ഇവിടെ ഈ മധ്യ
മുന്നേറ്റ മധ്യനിരകൾ ഭാവനാ സമ്പന്നമാണ് ദില്ലിയെ സംബന്ധിച്ചത്. ഈ പറഞ്ഞതുപോലെ പഞ്ച് കുറവ് അനസ് ഇടത്തൊടിക്ക് നയിക്കുന്ന ഡിഫൻസിന് മാത്രമാണ്. ആ മേഖലയിലാണ് അവർ അല്പം വീക്കാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഇന്ന് സ്വാഭാവികമായും ഒരു ഗോൾ നേടുക പിന്നെ ഡിഫൻസിലേക്ക് പിൻവലിയുക എന്ന തന്ത്രമാകുമോ കോച്ചിനെ സംബന്ധിച്ച്? അല്ലെങ്കിൽ ഒരു പ്രവചനം സാധ്യമല്ല എങ്കിൽ പോലും, കാരണം ഈ ടീം താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിലവിൽ പ്രതീക്ഷിക്കാനാവുക? ഈ വർഷത്തെ ISL ഈ ഇന്നത്തെ മത്സരത്തിനെ വേറൊരു രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഈ ISL 2016 ഏറ്റവും മികച്ച ഡിഫൻസും ഏറ്റവും നല്ല ഒഫൻസ് ടീമും തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന് വേണം പറയുന്നത്. ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കണമെങ്കിൽ ആ ടീമിൻ്റെ ഒഫൻസീവ് സൈഡ്, അതായത് ഫോർവേഡ്സും മിഡ്ഫീൽഡും വളരെ മികച്ചതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടീം എന്തുകൊണ്ടാണ് ഇത്രയും ഇവിടം വരെ മുന്നേറിയത്, അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ ഡിഫൻസിനുമാണ്. അതുകൊണ്ട് ഇന്നത്തെ മാച്ചിനെ നമുക്കൊരു അതായത് ഫോർവേഡ്സും മിഡ്ഫീൽഡും ഒത്തിണക്കത്തോട് കളിക്കുന്ന ഒരു ടീമും ഡിഫെൻസീവിൽ സ്ട്രോങ് ആയത് നമ്മുടെ 4 ഡിഫൻഡേഴ്സും അതിന് മുന്നിലെ 2 മിഡ്ഫീൽഡേഴ്സും അവർ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ശരിക്കും ഈ മാച്ചിനെ പറയേണ്ടിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ മാച്ചിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ബോൾ പൊസിഷൻ നോക്കുമ്പോൾ ഡൽഹി ടീമായിരുന്നു മികച്ചു നിൽക്കുന്നത്. പക്ഷേ ഡൽഹി ടീമിന് ഒരു ഓപ്പണിംഗ് പോലും ലഭിച്ചില്ല എന്നുള്ളതാണ്. സാധാരണ ഡൽഹി ടീമിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ മറ്റ് ഡിഫൻസിനെ അവർ അവരുടെ ഡിഫൻസിനിടയിൽ വിള്ളൽ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഡൽഹി ടീം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അങ്ങനെ ഒരു 1 2 ഒരു അൺലക്കിയ ഒരു മൂവ് ഉണ്ടായിരുന്നു. മെസ്ലോനിനെ ബോക്സിൻ്റെ അകത്ത് ഫൗൾ ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അതൊരു പെനാൽറ്റി ഡിസിഷൻ വേണമെങ്കിൽ ആവാമായിരുന്നു. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു മികച്ച ഒരു മുന്നേറ്റമൊന്നും കഴിഞ്ഞ മാച്ചിൽ ഡൽഹി നടത്തിയിട്ടില്ല. ഇത്രയും നല്ലൊരു ഒഫൻസീവ് ടീമിനെ നമുക്ക് നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ നമുക്ക് ജയിക്കണമായിരുന്നു. കഴിഞ്ഞ കളി നമുക്ക് ജയിക്കണമായിരുന്നു നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ. എന്നിട്ട് പോലും നമ്മൾ ആ ടീമിനെ ഇത്രയും മികച്ച രീതിയിൽ നിർത്താൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ടീമിൻ്റെ സ്ട്രെങ്ത് ഡിഫൻസാണ്. അതുകൊണ്ട് ഇന്നത്തെ മാച്ചിലും നമ്മൾ ഡിഫൻസ് തന്നെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചതാണ്, നമ്മുടെ ടീമിൻ്റെ ഒരു ഗെയിം പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ അറ്റാക്കിലേക്ക് പോവില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു ഗോൾ അടിക്കാനുള്ള ശ്രമമൊന്നും കേരളം നടത്തിയെന്ന് വരില്ല. പക്ഷേ കളിയുടെ ഇടയിൽ ഒരു ഗോൾ കിട്ടിയാൽ അത് കേരളത്തിന് എപ്പോഴും ഒരു ബോണസ് തന്നെയാണ്. മിക്കവാറും കൗണ്ടർ അറ്റാക്ക്, അതായത് കേരളം കളിക്കുന്നത് കൗണ്ടർ അറ്റാക്ക് ശൈലിയാണ്. വിനീതിലേക്കും ബെൽഫോർട്ടിലേക്കും ബോൾ എത്തിക്കുക, പെട്ടെന്ന് എത്തിക്കുക. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ഡൽഹി ടീമിൻ്റെ മിഡ്ഫീൽഡും സ്ട്രൈക്കേഴ്സുമാണ് മികച്ചു നിൽക്കുന്നത്. പക്ഷേ അവരുടെ ഡിഫൻസ് എപ്പോഴും ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് ആ ടീമിൽ. കഴിഞ്ഞ മത്സരത്തിലും ബെൽഫോർട്ട് ഗോൾ അടിക്കുന്നതും അതുപോലുള്ള ഒരു പാളിച്ചയിൽ നിന്നാണ്. അതുകൊണ്ട് സ്റ്റീവ് കോപ്പലിൻ്റെ മനസ്സിൽ ഈ കൗണ്ടർ അറ്റാക്ക് ഡൽഹി ടീം ഇന്ന് എന്തായാലും അറ്റാക്കിംഗ് ഫുട്ബോളാണ് കളിക്കാൻ അവർ താല്പര്യപ്പെടുക. ആ അറ്റാക്കിംഗ് ഫുട്ബോൾ പ്രതിരോധത്തിൽ ഊന്നിയുള്ള ഞങ്ങൾ പുറത്തെടുക്കുക എന്ന് അദ്ദേഹം പരോക്ഷമായി നേരത്തെ തന്നെ സൂചനകൾ നൽകിയും കഴിഞ്ഞു സ്റ്റീവ് കോപ്പലിനെ സംബന്ധിച്ച്. അദ്ദേഹം പറഞ്ഞതുമാണ്. ഇപ്പോൾ കമാൽ വരദൂർ, അദ്ദേഹം കൂടി നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കമാൽ വരദൂർ, ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ ഈ എഡിഷനിലെ ഫൈനലിലേക്കും ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനും ഇടയിൽ കേവലം ഒരു മത്സരം മാത്രമാണുള്ളത്. കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളാണ് അത് നൽകുകയും ചെയ്യുന്നത്. കാരണം ഇത്തവണ ജയിച്ചാൽ കൊമ്പന്മാരുടെ സ്വന്തം നാട്ടിൽ ഹുങ്കാരങ്ങൾക്ക് നടുവിൽ അവർക്ക് കളിച്ചാടാം. അത് വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കും നൽകുന്നത്. കാരണം എല്ലാം ഞെട്ടറ്റ് പോയിടത്തു നിന്നാണ് അവർ ഇതുവരെ പിടിച്ചു കയറിയതും തിരിച്ചെത്തിയതും. എങ്ങനെയാണ് ഇന്നത്തെ സാധ്യത താങ്കൾ കാണുന്നത്? എനിക്ക് തോന്നുന്നു സ്റ്റീവ് കോപ്പൽ എന്ന നമ്മുടെ കോച്ച്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച്, അദ്ദേഹത്തിന്റെ പ്ലാൻ, കാരണം അദ്ദേഹം നമ്മൾ കഴിഞ്ഞ മൊത്തം മത്സരങ്ങൾ എടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ കോച്ചസ് സേഫ് വഴിയാണ് ശ്രദ്ധിക്കാറ്. പക്ഷേ കോപ്പലിന്റെ തന്ത്രങ്ങൾ ഓരോ മത്സരവും മുംബൈ നമ്മൾ 5 ഗോളിന് തോറ്റ മത്സരം ഉൾപ്പെടെ ഓരോ മത്സരം നമ്മൾ എടുക്കുകയാണെങ്കിലും വളരെ തന്ത്രപരമായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് തന്നെ, കാരണം അദ്ദേഹം ചേഞ്ചിങ് റൂമിലാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ഗ്രൗണ്ടിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ സമീപനം തന്നെ വളരെ പോസിറ്റീവും, അതായത് വളരെ സമാധാനത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ വളരെ പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി വളരെ പ്രധാനമാണ്. 2 കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, നമ്മൾ ഡിഫൻസീവ് ആകണോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇന്നലെ നമ്മൾ കൊൽക്കത്തയെ കണ്ടതാണ്. കൊൽക്കത്ത 1-ാം പകുതിയിൽ ഡിഫൻസീവിലേക്ക് പോയി. അതിനവർ സമനില നേടിയെങ്കിൽ പോലും അത് വളരെ ഒരു ഡേഞ്ചറസ് ടാക്ടിക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഇന്ന് കോപ്പലിലെ കോച്ച് ഏത് രീതിയിൽ, കാരണം നമുക്ക് നല്ല ഡിഫൻഡേഴ്സ്, ഇപ്പൊ ഹെങ്ബർത്ത് ആണെങ്കിൽ, നമ്മുടെ ക്യാപ്റ്റൻ ഡ്യൂസ് ആണെങ്കിൽ, സന്ദേശ് ജിങ്കാൻ ആണെങ്കിൽ, ഹോസു, ഇങ്ങനെ നല്ല ഡിഫൻഡേഴ്സ് നമുക്കുണ്ടെങ്കിലും അപ്പുറത്ത് നമ്മൾ കാണേണ്ട കാഴ്ച എന്ന് പറയുന്നത് തികച്ചും അപകടകാരികളായിട്ട് മാർസലിഞ്ഞോ ഉണ്ട്, റിച്ചാർഡ് ഗാഡ്സെ ഉണ്ട്, നലൂഡയുണ്ട്, കീൻ ലൂയിസ് ഉണ്ട്. ഇങ്ങനെ
ഒരുപിടി ഇപ്പം നമ്മുടെ ISLന്റെ 3-ാം പതിപ്പിൽ കണ്ട അപകടകാരികൾ, വേഗക്കാർ, ലക്ഷ്യക്കാർ, ഇതൊക്കെ ആ സംഘത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ന് ഡിഫൻസീവിലേക്ക് കോപ്പൽ പോയാൽ എനിക്ക് തോന്നുന്നു അത് അപകടത്തിലേക്ക് പോകും. മറിച്ച് സമ്മർദ്ദം മുഴുവൻ ഡൽഹി ക്യാമ്പിലുണ്ട്. നമുക്ക് ഡൽഹി ക്യാമ്പിനോളം സമ്മർദ്ദമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്റ്റീവ് കോപ്പൽ നോർമൽ ഗെയിമിലേക്ക്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ നമ്മൾക്ക് അദ്ദേഹത്തിന്റെ ഒരു ശൈലി ഏകദേശം അറിയാവുന്നത് കൊണ്ട് നോർമൽ ഗെയിമിലേക്ക് അദ്ദേഹം പോകും. അങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സമനില, ഒരു പക്ഷേ ഒരു ജയം തന്നെ നമുക്ക് ഇന്ന് ഡൽഹിയുമായിട്ട് നേടാനും അതുവഴി ഫൈനലിലേക്ക് വരാനും കഴിയും. അതേസമയത്ത് ഡിഫൻസീവിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അപകടമാണ്. നമ്മൾ തോൽക്കും, അതുവഴി ഡൽഹി ഫൈനലിലേക്ക് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി കമാൽ വരദൂർ ഈ അവസരത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്. സുദേശ്, ഇവിടെ ഡിഫൻസീവായ കളി അത് പുറത്തെടുക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണ്? നേരത്തെ പ്രതിരോധത്തിലൂന്നിയ കളി ആയിരിക്കില്ല തങ്ങൾ പുറത്തെടുക്കുന്നത് എന്ന് അദ്ദേഹം പരോക്ഷമായ സൂചനകളും നൽകുകയും ചെയ്തിരുന്നു കോപ്പലിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഈ ലൂയിസ് മാർസലിനോ ഒപ്പം റിച്ചാർഡ് ഗാഡ്സെ അടക്കമുള്ളവരുടെ മുന്നേറ്റ നിര, ഇത് എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. ആ തരത്തിൽ നോക്കുമ്പോൾ ഇവിടെ പിന്നെ കോപ്പൽ പറഞ്ഞത് പ്രതിരോധത്തിലൂന്നിയ ഒരു കളിയായിരിക്കില്ല എന്നല്ല, ഞങ്ങൾ സമനിലയ്ക്ക് വേണ്ടി കളിക്കില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ആ രീതിയിലുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ മത്സരത്തിൽ. അത് സ്വാഭാവികമായും തൻ്റെ കളിക്കാരെ ഒന്ന് പ്രചോദിപ്പിക്കാൻ വേണ്ടി സ്വാഭാവികമായും കോച്ച് ആ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ മത്സരത്തെ സമീപിക്കുന്നത്. ഒരു സമനിലയ്ക്ക് വേണ്ടി കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും എന്താ പറയുക, ഒരു കളിക്കാർക്ക് അത്രത്തോളം ഒരു ആവേശം ഈ കളിയിലേക്ക് സമർപ്പിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് വേണ്ടത് സ്വാഭാവികമായും പ്രതിരോധം തന്നെയാണ്. നമ്മൾ എന്ത് തരത്തിൽ ഏത് അളവുകോൽ വെച്ച് നോക്കിയാലും ഈ ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ശക്തി പ്രതിരോധം തന്നെയാണ്. ഹ്യൂസിൻ്റെയും ഹെങ്വർത്തിൻ്റെയും അസാധ്യമായി നമ്മൾ കാണുന്നു. പലപ്പോഴും ഗോൾ ലൈനിൽ വെച്ച് രണ്ടുപേരും പന്തുകൾ രക്ഷപ്പെടുത്തുന്നു. അത്രത്തോളം ടൈമിങ്ങും എല്ലാ തരത്തിലും നല്ല മാർക്ക് ചെയ്യുന്നു, കൃത്യമായ മാർക്കിംഗ്. ഹൈ ബോൾ വരുന്ന പല ക്രോസുകളും, വിങ്ങുകളിൽ നിന്ന് വരുന്ന ക്രോസുകൾ പലപ്പോഴും നമ്മുടെ ഗോളിലേക്ക് എത്താത്തത് അവരുടെ ആ ഉയരക്കാരായ ആ താരങ്ങളുടെ ടൈമിങ്ങും അവരുടെ എല്ലാ തരത്തിൽ കവർ ചെയ്ത് കളിക്കുന്നു, കൃത്യമായ സ്ഥാനത്ത് അവർ നിൽക്കുന്നു. ജിങ്കൻ, ഒപ്പം തന്നെ ജിങ്കന് പലപ്പോഴും മാർക്കിങ്ങിൽ പാളിച്ചകൾ പറ്റുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം കയറി കളിക്കുമ്പോൾ, വിങ്ങളിലൂടെ കയറി കളിക്കുമ്പോൾ പ്രശ്നം പറ്റുന്നുണ്ടെങ്കിലും ഇന്ന് ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും മികച്ച ഒരു ഡിഫൻഡർ, ഉയരക്കാരനുമാണ്, നല്ല ആരോഗ്യ ദൃഢഗാത്രനായ നല്ല ആരോഗ്യമുള്ള ഒരു ഇന്ത്യക്കാരനായ ഡിഫൻഡറാണ് അദ്ദേഹം. ഒപ്പം തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഹൊസു എന്ന താരത്തെ കോപ്പൽ വളരെ പരീക്ഷണം എന്ന നിലയിൽ ഇടത് വിങ്ങിൽ നിയോഗിക്കുന്നു. അദ്ദേഹം വളരെ ഇടത് വിങ് ബാക്കായി നിയോഗിക്കുന്നു, നല്ല രീതിയിൽ കളിക്കുന്നു. കഴിഞ്ഞ ഒരു മത്സരത്തിൽ ശരിയാണ് മാഴ്സലോനയെ തടയുന്ന കാര്യത്തിൽ അല്പം കടന്ന കൈ പ്രയോഗിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തെ പിൻവലിക്കുന്നു. അത് ഹൊസുവിൻ്റെ കുഴപ്പമില്ല, ആ സാഹചര്യത്തിലെ കളിയിൽ അത് കേരളത്തിന് നിർണായകമായി എന്ന് തന്നെ വേണം കാണാൻ. ആ രീതിയിലുള്ള ഹൊസുവിന് പിന്നീട് മാഴ്സലോനയ്ക്ക് പിന്നീട് ഒരിക്കലും തൻ്റെ താളത്തിൽ കളിക്കാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ അത് ഈ പ്രതിരോധം തന്നെയാണ് കേരളത്തിൻ്റെ ശക്തി. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മെഹമ്മത്തിനും മേത്താബ് ഹുസൈനുമാണ്. ആ താരങ്ങൾ എങ്ങനെ കളിക്കുന്നു? നമ്മുടെ പ്രതിരോധം ശക്തമാണ്, ശരിയാണ്. എന്നാൽ മേത്താബ് ഹുസൈനും മെഹമ്മത്തും മെഹമ്മത്തിനെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഒരു സൈലൻറ്റ് പ്ലെയർ, അല്ലെങ്കിൽ സൈലൻ്റായ ഒരു മികച്ച പ്ലെയർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം നിരവധി ടാക്കിളുകൾ, കേരള ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ടാക്കിളുകൾ നടത്തുന്നു, ഇൻ്റർസെപ്ഷൻ നടത്തുന്നു, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പന്ത് എതിരാളികളുടെ മുന്നേറ്റങ്ങൾ തടയുന്നതിൽ വളരെ നിർണായകമാണ്. മുന്നേറി കളിക്കാൻ, അല്ലെങ്കിൽ തൻ്റെ മുന്നേറ്റ നിരയ്ക്ക് പന്തെത്തിച്ചു കൊടുക്കാൻ കളി ആസൂത്രണം ചെയ്യാനുള്ള ഒരു വൈഭവമില്ല എന്നുള്ളൊരു കുറവേ ഉള്ളൂ. പക്ഷേ എതിരാളികളെ തടഞ്ഞു നിർത്തുന്നതിലും അവരുടെ മുന്നേറ്റങ്ങൾ തടയുന്നതിലും അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളെ പൂട്ടുന്നതിലും മെഹമ്മത്ത് വളരെ മുന്നിലാണ്. മേത്താബ് ഹുസൈൻ ഇന്ത്യൻ മെക്കലലെ എന്നറിയപ്പെടുന്ന പ്ലെയറാണ്. അത്രത്തോളം എതിരാളികളുടെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ മികച്ച കളിക്കാരനാണ്. അപ്പോൾ ഈ രണ്ട് താരങ്ങൾ എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് നിർണായകമാണ്. മലൂദയെ പോലെ ഒരു താരത്തെ, പ്രതിരോധത്തെ മാത്രം ആശ്രയിച്ച് നമുക്ക് തടയാൻ പറ്റില്ല. ആ സാഹചര്യത്തിൽ മേത്താബും മെഹമ്മത്തും എങ്ങനെ മലൂദയെയും മറ്റും തടയുന്നു എന്നുള്ളത് നിർണായകമാണ്. ടോബറിനെ പോലുള്ള നല്ല മധ്യനിര താരങ്ങൾ വേറെയും ഡൽഹിക്കുണ്ട്. മിലൻ സിംഗ്, ഇന്ത്യക്കാരനായ മിലൻ സിംഗ്, അദ്ദേഹം നന്നായി കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ താരങ്ങളെ ഇവർ രണ്ടുപേരും എങ്ങനെ പൂട്ടുന്നു എന്നുള്ളത് നിർണായകമാണ്. ഒപ്പം തന്നെ ഈ പ്രതിരോധം തന്നെ പലപ്പോഴും നമ്മൾ കാണുന്നു, മധ്യനിരയിൽ നല്ലൊരു മിഡ്ഫീൽഡ് ജനറൽ അല്ലെങ്കിൽ ഒരു അഗ്രസീവ് പ്ലെയർ ഇല്ലാത്തതുകൊണ്ട് ഹെങ്വർത്തും ഹ്യൂസും തന്നെ പലപ്പോഴും പന്ത് നീട്ടിയടിച്ചു കൊടുക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. അപ്പോൾ ആ രീതിയിൽ ആക്രമണത്തിൽ കൂടി പലപ്പോഴും കഴിഞ്ഞ കളിയിൽ മത്സരത്തിൽ ബെൽഫോർട്ട് ഗോൾ അടിക്കുമ്പോൾ നമ്മൾ കാണാം വലതറ്റത്ത് വിനീതിനേക്കാൾ മുന്നിലായിട്ട് ഹെങ്വർത്ത് വരുന്ന നമ്മൾ കാണുന്നു. ഈ താരങ്ങൾക്ക് മുന്നേറി കളിക്കാനും പെനാൽറ്റി കോർണറുകൾ എടുക്കുമ്പോഴും മറ്റും മുന്നേറി കളിക്കാനുള്ള കഴിവും ആ താരങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ കോർണർ കിക്കുകളും മറ്റും എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഫ്രീ കിക്കുകൾ എടുക്കുമ്പോൾ, ഡെഡ് ബോൾ കിക്കിങ്ങിൽ നല്ല
ഗോൾ പോസ്റ്റിന് മുന്നിൽ അപകടം വിതയ്ക്കാൻ പലപ്പോഴും ഹ്യൂസിനും ഹെങ്ബർത്തിനും സാധിക്കും. അപ്പോൾ പ്രതിരോധത്തിലൂന്നിയ ഒരു ശൈലി തന്നെയായിരിക്കും ആ താരങ്ങളെ കൊണ്ട് തന്നെ ഒന്നിച്ച് അറ്റാക്ക് ചെയ്യുന്നത്. കൗണ്ടർ അറ്റാക്കിങ്ങിൽ അവരെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു ശൈലിയായിരിക്കും കേരളം ഇന്ന് അവലംബിക്കുക. സ്വാഭാവികമായും അത് തന്നെയാണ് കേരളത്തിന് അനുകൂലമായൊരു ശൈലി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബെൽഫോർട്ടും നാസറിനെയും പോലുള്ള താരങ്ങൾ പലപ്പോഴും ചില മത്സരങ്ങളിൽ തീർത്തും മങ്ങുന്നത് നമ്മൾ കാണുന്നു. വിനീത് മാത്രമാണ് നമ്മുടെ മുന്നേറ്റ നിരയിൽ സ്ഥിരമായൊരു ഫോമിൽ കളിച്ചിരുന്നത്. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം അല്പം നിരാശനായി കാണപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും വിനീതാണ് കുറേ കൂടെ നമ്മുടെ മുന്നേറ്റ നിരയിൽ കുറേ കൂടെ അഗ്രസീവായി കളിക്കുന്നത്. ബെൽഫോർട്ടിൻ്റെയും നസറിൻ്റെയും കഴിവുകൾ കുറച്ച് കാണുകയല്ല. നസറിന് ഒരു ഗോൾ മാത്രമാണ് 11 കളിയിൽ നിന്ന് നേടിയത്. പക്ഷേ ആ താരം ഏത് നിമിഷവും ഗോളടിക്കാനുള്ള സാധ്യത അദ്ദേഹത്തിന് ഡ്രിബിളിങ്ങിലും ഒപ്പം തന്നെ വേഗത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹം വളരെ മുന്നിലാണ്. ബെൽഫോർട്ട് ആണെങ്കിൽ നല്ലൊരു ഫിനിഷിംഗ് ഉള്ള താരമാണ്. അപ്പോൾ നമ്മുടെ പ്രതിരോധത്തിൻ്റെ ബലത്തിൽ തന്നെയാണ് നമ്മൾ കളിക്കുന്നത്. അത് എത്രത്തോളം ശക്തമായി കളിയെ നിയന്ത്രിക്കുന്നു, പ്രതിരോധവും നമ്മുടെ ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സും എങ്ങനെ കളിയെ നിയന്ത്രിക്കുന്നു എന്നുള്ള അനുസരിച്ചാണ് നമ്മുടെ മുന്നേറ്റക്കാരുടെ കളി പോലും നിശ്ചയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രതിരോധിച്ച് ഒന്നാം പകുതിയിൽ പല മത്സരങ്ങളിലും കേരളം ഗോൾ അടിച്ചിട്ടില്ല. കേരളം 13 ഗോൾ നേടിയതിൽ 9ഓളം ഗോളുകൾ രണ്ടാം പകുതിയിലാണ്. അപ്പോൾ അതേ തന്ത്രം തുടക്കത്തിൽ എതിരാളിയെ പിടിച്ചു നിർത്തി അവരുടെ കളി മനസ്സിലാക്കി പിന്നീട് ആക്രമിക്കുന്ന ഒരു ശൈലി തന്നെയായിരിക്കും കോപ്പൽ പിന്തുടരുക. അതുകൊണ്ട് തന്നെ ആ കേരളത്തെ തന്നെ കാണാനാണ് ഇന്നത്തെ മത്സരത്തിൽ വലിയ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ കഴിഞ്ഞ മത്സരത്തിൽ കണ്ട അതേ കേരളം തന്നെയായിരിക്കും. എതിരാളികളുടെ ഗ്രൗണ്ടാണ്, ഡൽഹിയിലെ തണുപ്പ് വലിയ പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട്, എല്ലാം എതിരായ ഘടകങ്ങളുണ്ട്. എങ്കിൽ പോലും കളി ശൈലിയുടെ കാര്യത്തിൽ തങ്ങളുടെ പ്രതിരോധത്തെ ഉറച്ചു വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് കേരളത്തിന് ചെയ്യാനുള്ളത്. ഒപ്പം തന്നെ ആ ഒരു പ്രതിരോധത്തിൻ്റെ ശക്തിയിൽ അവരുടെ ഒരു പൂർണ്ണതയിൽ നിന്നുകൊണ്ട് തന്നെ മുന്നേറ്റത്തിലേക്ക് പന്തെത്തിക്കുകയും കൗണ്ടർ അറ്റാക്കുകൾ നടത്തുകയും ചെയ്യുന്നതായിരിക്കും കേരളത്തിന് ഉചിതം. അതെ, കഴിഞ്ഞ കളിയിൽ കണ്ടതുപോലെ ഡൽഹി നീക്കങ്ങളുടെ പ്രഭവ കേന്ദ്രമായ മഹ്താബിനെ ഉപയോഗിച്ച് പൂട്ടിയതാണ് അക്ഷരാർത്ഥത്തിൽ ഡൽഹിക്ക് പണി കിട്ടിയത്. ആരും പ്രതീക്ഷിച്ചതായിരുന്നില്ല അത്. ഇവിടെ ബിനീഷ്, കേരളത്തെ സംബന്ധിച്ച് കുറച്ചുകൂടെ ലൂസ് മൈൻഡിൽ യഥാർത്ഥത്തിൽ കളിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ കൂടി അവരെങ്ങനെയാകും ഗ്രൗണ്ടിൽ സ്വാഭാവികമായും പെരുമാറുക? പിന്നെ ഈ സെക്കൻഡ് ഹാഫ്, പ്രത്യേകിച്ച് മുംബൈയുമായിട്ടുള്ള കളിയുടെയൊക്കെ സെക്കൻഡ് ഹാഫ്, അത് ഫുട്ബോൾ ചരിത്രത്തിലെ ISL തന്നെ ഇതിഹാസമാണ്, അത് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ കേരളത്തെ സംബന്ധിച്ച് സെക്കൻഡ് ഹാഫിലാണ് ഈ ഗോളുകൾ അധികം വീഴുകയും ചെയ്തിട്ടുള്ളത്. പരിശീലകന്റെ തന്ത്രം അത് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. പൊതുവെ കുറച്ചുകൂടി ലൂസ് മൈൻഡിൽ കേരളത്തിൽ നിന്ന് കളിക്കാനാകുമോ ആ നിലയ്ക്ക് നോക്കുമ്പോൾ? അരുൺ, ആദ്യം തന്നെ ഈ ലൂസ് മൈൻഡ് എന്നുള്ള കാര്യം ഇനിയുള്ള മോഡേൺ ഫുട്ബോളിൽ നമുക്ക് ഒരിക്കലും പറ്റില്ല. നമ്മൾ 3 ഗോളിന് മുന്നിട്ട് നിന്നാൽ പോലും ഇഞ്ചുറി ടൈമിൻ്റെ തൊട്ട് മുന്നേ, അതായത് 90 മിനിറ്റിന് തൊട്ട് മുന്നേ ഒരു ഗോൾ നേടുകയാണെങ്കിൽ 3-1 എന്നൊരു സ്റ്റേജ് ആവുകയാണെങ്കിൽ ആ ഇഞ്ചുറി ടൈമിൽ 2 ഗോളുകൾ അടിച്ച് 3 ഗോളുകൾ അടിച്ച ചരിത്രങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലൂസ് മൈൻഡ് എന്നുള്ളത് ഇനി മോഡേൺ ഫുട്ബോളിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്തൊരു വാക്കാണ്. രണ്ടാമത്തെ കാര്യം, ഒരു കോച്ചിൻ്റെ, അതായത് ഒരു മാനേജറിൻ്റെ പ്രസ് കോൺഫറൻസിലെ വാക്കുകൾ പോലും ഒരു ടീമിനെ സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യും. അതാണ് മോഡേൺ ഫുട്ബോൾ. ആ കോച്ചിൻ്റെ ബോഡി ലാംഗ്വേജ് വരെ ഒരു ടീമിനെ ആ അന്നത്തെ ദിവസത്തെ പെർഫോമൻസിനെ ബാധിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ് കോൺഫറൻസിലൊക്കെ കോച്ചുകൾ അവരുടെ സിറ്റുവേഷനും അവരുടെ ടീമിൻ്റെ ബലവും എല്ലാം അറിഞ്ഞുകൊണ്ടും വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് അതുതന്നെയാണ് ഇന്ന് സ്റ്റീവ് കോപ്പലും തൻ്റെ തന്ത്രം വളരെ കറക്റ്റായിട്ട് തൻ്റെ കഴിയിലുള്ള പ്ലേയേഴ്സിന് ആത്മവിശ്വാസം പകരുക. അതാണ് ആദ്യം ചെയ്യുന്നത് ഒരു മാനേജർ. നമ്മൾക്ക് എത്രയോ വലിയ ടഫ് എതിരാളികളായിരിക്കും, എല്ലാം അറിയാം. സ്റ്റീവ് കോപ്പലിന് അറിയാം ഇന്ന് ഡൽഹിയിലാണ് മാച്ച്, അവിടെ നല്ല തണുപ്പായിരിക്കും. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേരളത്തിലെ ക്ലൈമറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. പെട്ടെന്ന് നമ്മൾ ആ കാലാവസ്ഥയിലേക്ക് പോകുമ്പോൾ ബ്രീത്തിങ്ങിന് നല്ല പ്രശ്നമുണ്ടാവും, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം 1-2 ദിവസം മുന്നേ ആയിരിക്കാം കേരളം ഒരു ദിവസത്തെ ഗ്യാപ്പേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ബ്രീത്ത് ഔട്ട് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിക്കാണില്ല ആ ടീമിന്. അതൊക്കെ ടീമിനുള്ള ഇഷ്യൂസാണ്. പക്ഷേ ഏറ്റവും നമ്മുടെ മനസ്സിന് ഒരു ധൈര്യമുണ്ടെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. നമ്മൾ തെളിയിച്ചതാണ് എല്ലാവരും. ആ ഒരു മനസ്സിൻ്റെ ധൈര്യം കൂടി വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ സൈക്കോളജിക്കലി പ്ലേയേഴ്സിനെ എങ്ങനെ ബലപ്പെടുത്തിയിട്ടുണ്ടാവും, അത് വലിയൊരു ചോദ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കോച്ചിൻ്റെ ഏറ്റവും വലിയ, ഏത് പ്ലെയറിനും ചാൻസ് കൊടുക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നു. കാരണം സ്റ്റാക്ക് നമുക്കറിയാം, ഗോൾ കീപ്പർ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം മികച്ചു നിൽക്കുകയായിരുന്നു. ഒരു ഫോറിൻ ഫുട്ബോളറാണ്, വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ട്, സമ്മർദ്ദങ്ങൾ നേരിടാൻ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ എന്താ സംഭവിച്ചത്? സന്ദീപ് നന്ദിയെ കുറേ മാച്ചുകൾ ശേഷം അദ്ദേഹം പരീക്ഷിക്കുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. കാരണം ഒരു ഫോറിൻ പ്ലെയറിനെ ഫീൽഡിൽ ഉപയോഗിക്കാം, അദ്ദേഹത്തിൻ്റെ
സേവനം നമുക്ക് ഫീൽഡിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഗോൾ കീപ്പറെ മാറ്റി ഇന്ത്യൻ ഗോൾ കീപ്പറെ ഇറക്കുന്നു. പക്ഷേ ആ തീരുമാനം എത്രത്തോളം റിസ്കി ആയിരുന്നു എന്ന് നമ്മൾ ആരും കണ്ടില്ല. കാരണം കുറേ മാച്ചായിട്ട് സന്ദീപ് നന്ദി കളിക്കുന്നില്ല, സ്റ്റാക്കാണ് നിൽക്കുന്നത്, മികച്ച ഫോമിൽ നിൽക്കുന്നു. വളരെ സമ്മർദ്ദമുള്ള ഒരു മാച്ചായിരുന്നു കഴിഞ്ഞത്. അന്ന് പോലും ആ പ്ലെയറിനെ ചേഞ്ച് കൊടുക്കുന്നു. അതുകൊണ്ട് സ്റ്റീവ് കോപ്പൽ അങ്ങനെ തന്ത്രങ്ങൾ മെനയുന്നതിലും പരീക്ഷണങ്ങൾ ചെയ്യുന്നതിലും എല്ലാം വളരെ വ്യത്യസ്തനാണ്. ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആരെയാണ് സ്റ്റീവ് കോപ്പൽ പോസ്റ്റിൽ നിർത്താൻ പോകുന്നത് എന്നുള്ളത് വളരെ നിർണായകമായ ഒരു ചോദ്യം. മിക്കവാറും എനിക്ക് തോന്നുന്നു സന്ദീപ് നന്ദിക്ക് പകരം സ്റ്റാക്കിനെ കൊണ്ടുവന്നിട്ട് റിനോ ആന്റോവിനെ ഡിഫൻസിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഹോസുവിനെ കഴിഞ്ഞ പ്രാവശ്യം ചേഞ്ച് ചെയ്തപ്പോൾ ഒരു ഫോറിൻ പ്ലെയർ വന്നു. ഇപ്രാവശ്യം ആ ഫോറിൻ പ്ലെയറിനെ കളത്തുനിന്ന് പിന്മാറ്റി അതിന് പകരം ഒരു ഇന്ത്യൻ പ്ലെയർ റിനോനെ ഇറക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ഗോൾ കീപ്പറായ സ്റ്റാക്കിനെ കൊണ്ടുവരാം. ഇതെല്ലാം വളരെ നിർണായകമായ തീരുമാനങ്ങളാണ്. ഇന്നത്തെ മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പ്രാധാന്യം അവരെടുക്കുന്ന ടീം മാനേജ്മെൻറ്റ് എടുക്കുന്ന തീരുമാനങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഈ കാലാവസ്ഥയുടെ കാര്യവും. നമുക്കറിയാം പ്രൊഫഷണൽ പ്ലെയേഴ്സാണ് കളിക്കുന്നത്. എല്ലാവരും പുറം രാജ്യങ്ങളിൽ കളിച്ചവരാണ് മിക്ക പ്ലെയേഴ്സും. അവർക്ക് ഇത് വലിയ ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയില്ല ഈ ക്ലൈമറ്റ്. പക്ഷേ നമ്മുടെ താരങ്ങൾക്ക് അതൊരു ചെറിയ പ്രശ്നമുണ്ടാവും. വേറെയും ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ പ്രൊഫഷണൽ പ്ലെയേഴ്സ് എത്രയായാലും അവർക്ക് കുറേ നാളുകളായിട്ട് ഈ തണുത്ത കാലാവസ്ഥ, അതായത് നമ്മുടെ നോർത്തേൺ ഇന്ത്യൻ ഭാഗത്തേക്ക് കേരള ടീമിന് യാത്ര ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് അവർക്കും ഒരു ചെറിയ പ്രശ്നമുണ്ടാവും. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ന് തന്ത്രങ്ങൾ എങ്ങനെ മെനയുന്നു, തന്ത്രത്തിനാണ്, കോച്ചിൻ്റെ തന്ത്രത്തിനാണ് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത്. തീർച്ചയായും. എന്തായാലും അത്തരത്തിൽ തന്നെയാണ് മത്സരത്തെ നമ്മൾ നോക്കിക്കാണുകയും ചെയ്യേണ്ടത്. ഇനി ഒരു മത്സരം മാത്രമാണ് ഫൈനലിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് എന്ന ആകാംക്ഷ കൂടി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഇടവേള. ഫൈനലിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മത്സരം മാത്രമാണ് ഉള്ളത്. ആ മനോഹരമായ മുഹൂർത്തം കാത്തിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ ഇല്ല, മിനിറ്റുകൾ എന്ന് മാത്രമാണ് ഒരർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്. ബിനീഷ്, ഇവിടെ ഞാൻ നേരത്തെ സുദേശ് സൂചിപ്പിച്ച പോലെ ഈ കാലാവസ്ഥയെ സംബന്ധിച്ച് ഇത് എത്രത്തോളം ഗൗരവതരമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നിലവിലെ ഡൽഹിയിലെ ആ ഒരു ക്ലൈമറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഈ ഹൈ ആൾട്ടിറ്റ്യൂഡൊക്കെ പരിശീലിച്ച് നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഫുട്ബോളേഴ്സിനെ അവരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമായിരിക്കില്ല. എങ്കിലും നമ്മുടെ താരങ്ങൾക്ക്, ഇന്ത്യൻ താരങ്ങൾക്ക് ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഈ ബ്രീത്തിങ് പ്രോബ്ലമൊക്കെ മൂവ്മെൻറ്റുകളെ എങ്ങനെയാവും ബാധിക്കുക പൊതുവിൽ? അത് നമുക്കറിയാം. ചിലപ്പോൾ നമുക്കൊരു ബൊളീവിയോട് അർജന്റീന തോറ്റു. നേരത്തെ ലാറ്റിൻ അമേരിക്കൻ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ തോറ്റു. ലാപ്പാസിലെ വളരെ ഉയരത്തിലുള്ള മൈതാനത്ത് കളി നടക്കുമ്പോൾ അർജന്റീനൻ താരങ്ങൾക്ക് പോലും, അർജന്റീനൻ ടീമിൽ മുഴുവൻ താരങ്ങളും യൂറോപ്പിലും മറ്റും ലീഗ് കളിക്കുന്നവരാണ്. അവർക്ക് പോലും അന്ന് അത് പ്രതിസന്ധി ഉണ്ടാക്കി ടീമിനെ ജയിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സാണ്. പല പ്രതിസന്ധി ഘട്ടങ്ങളെ അല്ലെങ്കിൽ ഇത്തരം വിപരീത സാഹചര്യങ്ങളെ നേരിടാൻ അവർ സജ്ജമാകണമെന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മുടെ മനുഷ്യ സാധ്യമല്ലാത്ത ചില വിഷയങ്ങൾ, ഇപ്പോൾ പറഞ്ഞ ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം വരുന്നു, പുതിയ വ്യത്യസ്തമായൊരു കാലാവസ്ഥയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ഡൽഹിയിൽ പലരും വളരെ പുതച്ച് വലിയ കമ്പിളി വസ്ത്രങ്ങളും മറ്റും ധരിച്ചൊക്കെയാണ് നിൽക്കുന്നത്. അതിനിടയിൽ നമ്മുടെ താരങ്ങൾ പോയി അല്ലാത്ത സാഹചര്യത്തിൽ കളിക്കുന്നു. ഇവിടെ വ്യത്യസ്തമായ ക്ലൈമറ്റ്, വളരെ ചൂടുള്ള കാലാവസ്ഥ, 30-നടുത്തുള്ള ചൂട്, ആ കാലാവസ്ഥയിൽ പരിശീലിക്കുന്നു. അല്ലെങ്കിൽ ആ സാഹചര്യവുമായി ഇണങ്ങിയവർ, അതിനനുസരിച്ചുള്ള ശരീരം പരുവപ്പെട്ടിരിക്കുന്നവരുടെ ആ താരങ്ങളാണ് പെട്ടെന്ന് പോയി ഡൽഹിയിൽ കളിക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു വിഷയം തന്നെയായിരിക്കും. എന്നാൽ അരുൺ പറഞ്ഞതുപോലെ തന്നെ ഹ്യൂസിനെ പോലുള്ള, ഹെങ്ബർത്തിനെ പോലുള്ള താരങ്ങൾക്ക് അവർ യൂറോപ്പിലെ നല്ല തണുത്ത കാലാവസ്ഥയിൽ, ഡൽഹിയേക്കാൾ കൂടുതൽ തണുപ്പുള്ള കാലാവസ്ഥയിൽ കളിച്ച് പരിചയമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് അത്രത്തോളം വിഷയമാകാൻ സാധ്യതയില്ല. എന്നാൽ ആഫ്രിക്കൻ താരങ്ങൾക്ക് ചിലപ്പോൾ ബെൽഫോർട്ടിനെയും പോലും, അവർ പലപ്പോഴും ഇംഗ്ലണ്ടിലും മറ്റും കളിക്കുന്ന താരങ്ങൾ തന്നെയാണ്. എങ്കിൽ പോലും അവർക്കും ചെറിയൊരു വിഷയമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. വടക്കേ ഇന്ത്യയിൽ അധികം മത്സരങ്ങൾ കേരളം കളിച്ചിട്ടില്ല. 1-2 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു വിഷയമാകാൻ തന്നെ സാധ്യതയുണ്ട്. അത് ഇന്നത്തെ മത്സരത്തിൽ നിർണായകം തന്നെയായിരിക്കും. കളിക്കാർ പെട്ടെന്ന് തളർന്നു പോകാൻ, അധികം ഓടി കളിക്കാനുള്ള, കൂടുതൽ ഗ്രൗണ്ട് കവർ ചെയ്യാനുള്ള ഒരു അവസരം അവർക്കുണ്ടാവില്ല. അതിൽ നിന്നും വിട്ടു നിൽക്കാനായിരിക്കും സ്വാഭാവികമായും. 90 മിനിറ്റും തങ്ങളുടെ എനർജി സൂക്ഷിക്കാനായിരിക്കും അവർ ശ്രദ്ധിക്കുക. അതുകൊണ്ട് അധികം ഓടി കളിക്കാനുള്ള ഒരു സാധ്യതയല്ല. ഒരു കണക്കിന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു തന്ത്രം കൂടി ഇന്ന് ടീം ആവിഷ്കരിക്കാൻ സാധ്യതയുണ്ട്. അതെ, പന്ത് പിടിച്ചു വെച്ച് കളിക്കുക, അധികം കഠിനാധ്വാനം തന്നെയാണ് കുറ്റം, അങ്ങനെ കുറച്ച് കാണുകയല്ല. എങ്കിൽ പോലും ഇന്നത്തെ മത്സരത്തിൽ അല്പം കുറയ്ക്കുക, അധികം ഓടാതെ തങ്ങളുടെ എനർജി സൂക്ഷിച്ചുകൊണ്ട് 90 മിനിറ്റ് കളിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ സമനിലയായെങ്കിൽ പോലും ചിലപ്പോൾ എക്സ്ട്രാ ടൈം കളിക്കേണ്ട അല്ലെങ്കിൽ ടൈ ബ്രേക്കറിൽ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും.
അപ്പോൾ അപ്പോഴെല്ലാം എനർജി സൂക്ഷിക്കേണ്ടതുകൊണ്ട് സ്വാഭാവികമായും അതുകൂടെ ശ്രദ്ധിച്ചുള്ള ഒരു തന്ത്രമായിരിക്കുമെന്ന് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുക. എന്തു തന്നെയായാലും ഇന്നത്തെ ആ ഒരു സാഹചര്യം, കാലാവസ്ഥ ഒരു വിപരീത ഘടകം തന്നെയാണ്. അതെ, എന്തായാലും സ്റ്റീവ് കോപ്പൽ എന്ത് തന്ത്രമാണ് അക്കാര്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതുകൂടി കാണേണ്ടതുണ്ട്. ഇംഗ്ലീഷ് ഫുട്ബോളിൽ ഒരു മുൻനിരക്കാരൻ പോലും ഇല്ലാതെ ഇരുന്നിട്ടും ക്രിസ്റ്റൽ പാലസിനെയും റൈഡിങ്ങിനെയും ഒക്കെ ഒന്നാം നിരയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പ്രശ്നത്തിനും ഒരു പരിഹാരം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ദില്ലിയിൽ നിന്ന് മനു ശങ്കർ കൂടി നിലവിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനു, മത്സരത്തിന് ഇനി 1 മണിക്കൂർ മാത്രമാണ് ഉള്ളത്. എങ്ങനെയാണ് ഒരു പൊതുചിത്രം? ആരാധകരുടെ ഒരു വലിയ പ്രവാഹമുണ്ടോ അതോ ശുഷ്കമായ ആരാധകരാണോ ഉള്ളത്? എന്താണ് നിലവിലെ അവസ്ഥ? നിലവിൽ എന്തായാലും അരുൺ, ശക്തമായ ഒരു ആരാധക പ്രവാഹം തന്നെയാണ് ദില്ലി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം മുഴുവൻ ടിക്കറ്റുകളും തന്നെ ബുക്കായി തീർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ പിന്തുണയ്ക്കുന്ന ആളുകളും 5 മണിയോടുകൂടി തന്നെ വളരെയധികം ഗേറ്റുകളിലേക്കും മറ്റും എത്തുന്ന കാഴ്ചകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയൊരു സംഘർഷത്തിന് ദില്ലി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വഴിവെച്ചിരിക്കുകയാണ്. സ്റ്റേഡിയത്തിലേക്ക് ഗേറ്റിനകത്തേക്ക് ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി അണിഞ്ഞ ആരെയും പ്രവേശിപ്പിക്കില്ല എന്നാണ് സുരക്ഷാ ജീവനക്കാർ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ചെറിയ രീതിയിൽ സംഘർഷങ്ങൾക്ക് മിക്ക ഗേറ്റുകൾക്ക് മുന്നിലും ഉണ്ടായിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ജേഴ്സി അണിഞ്ഞുകൊണ്ട് സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കരുത് ഇത്തരമുള്ള ആളുകളെ എന്നൊരു നിർദ്ദേശം തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഗേറ്റിലുള്ള സുരക്ഷാ ജീവനക്കാർ അറിയിക്കുന്നത്. ഇതിനുശേഷം ചില മാധ്യമങ്ങൾ, നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇടപെടുകയും ഇതിനുശേഷം ഈ ആളുകളെ കയറ്റിവിടുകയും ചെയ്തിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി അണിഞ്ഞു തന്നെയാണ് ഇവരെ പിന്നീട് സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ സ്റ്റേഡിയത്തിനകത്തും ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഇരിക്കാൻ സുരക്ഷാ ജീവനക്കാർ അനുവദിക്കുന്നില്ല. ഈ ജേഴ്സി ഊരി ഇരിക്കണം എന്നൊരു നിർദ്ദേശമാണ് സുരക്ഷാ ജീവനക്കാർ നൽകുന്നത്. ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പതാകയും മറ്റും വീശിക്കൊണ്ടും ഈ കേരള ബ്ലാസ്റ്റേഴ്സിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഇരുന്നിരുന്നു. പക്ഷേ ഈ പതാകയടക്കം ഇപ്പോൾ വീശരുത് എന്നാണ് സുരക്ഷാ ജീവനക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ചെറിയ സംഘർഷങ്ങൾക്കാണ് ഇപ്പോൾ ദില്ലി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിനകത്ത് ഉണ്ടായിരിക്കുന്നത്. 10ാം നമ്പർ ഗേറ്റിന്റെ സമീപത്ത് ഈ കേരള ബ്ലാസ്റ്റേഴ്സിനെ പിന്തുണയ്ക്കുന്ന ആരാധകരെല്ലാം ഒത്തുകൂടണമെന്നും പിന്നീട് സ്റ്റേഡിയത്തിനകത്ത് ഒന്നിച്ചിരിക്കണമെന്നും മനു, യഥാർത്ഥത്തിൽ ഈ അങ്ങനെ ഒരു തീരുമാനം, ഇത് എന്ത് ഉട്ടോപ്യൻ ഐഡിയ ആണ് ഇത്? ലോകത്ത് ഏതെങ്കിലും ഒരു കായിക ചരിത്രത്തിൽ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ സ്വന്തം ടീമിന്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ടീം സ്റ്റേഡിയത്തിൽ കയറരുത് എന്ന് എന്തു മണ്ടൻ തീരുമാനമാണത്? ഏതർത്ഥത്തിലാണ് അവരങ്ങനെ പറയുന്നത്? എന്താണ് ദില്ലിയിൽ നിന്ന് കിട്ടുന്ന നിലവിലെ സൂചന? വളരെ വിചിത്രമായ തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു, പക്ഷെ ഇവരെല്ലാം ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയാണ്. വലിയ വിചിത്രമായ ആചാരങ്ങൾ നടക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ദില്ലി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിനകത്ത് ആരാധകരുടെ ഒരു പ്രതിഷേധം മിക്കയിടങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. സുരക്ഷാ ജീവനക്കാരും ആരാധകരും തമ്മിൽ വാക്കുതർക്കങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി അണിഞ്ഞ് ഈ ഗേറ്റിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ ആദ്യം സുരക്ഷാ ജീവനക്കാർ തയ്യാറായില്ല. ഇതിനുശേഷം മാധ്യമങ്ങളടക്കം ഇത് എന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് പിന്നീട് ആരാധകരെ അകത്തേക്ക് കയറ്റാൻ അനുവദിച്ചത്. ഇതിനുശേഷമാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിനകത്തും ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി അണിഞ്ഞ് ഇരിക്കരുത് എന്നൊരു നിർദ്ദേശം സുരക്ഷാ ജീവനക്കാർ നൽകിയിരിക്കുന്നത്. ഇവർ കൃത്യമായി പറയുന്നത് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഇതാണ്. ഇവർ ഇങ്ങനെ ജേഴ്സി അണിഞ്ഞ് ഇരിക്കാൻ അനുവദിക്കില്ല, അത്ര അനുവദിക്കരുത് എന്നൊരു നിർദ്ദേശം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് സുരക്ഷാ ജീവനക്കാർ നൽകുന്നത്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഡൽഹി ഡൈനാമോസിന്റെയും മറ്റും ജേഴ്സി അണിഞ്ഞ് ആരാധകർ മറു സൈഡിൽ ഇരിക്കുന്നു എന്നതാണ് മറ്റൊരു വിചിത്രമായ കാര്യം. ഒരു ടീമിന്റെ ജേഴ്സി അണിഞ്ഞ് ആരാധകരെ ഇരിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ദില്ലി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ചരിത്രത്തിൽ വിചിത്രമായി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അരുൺ, മനുശങ്കർ ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്വന്തം ടീമിന്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് മത്സരം കാണരുത് എന്ന മണ്ടൻ തീരുമാനം. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ബിനീഷ്, എനിക്ക് ഒന്ന് ചോദിക്കാനുള്ളത് ഈ മണ്ടൻ തീരുമാനത്തെക്കുറിച്ചാണ്. സ്വന്തം ടീമിന്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ടീം അതിനകത്ത് കയറരുത് എന്ന് പറയുന്നത് പിന്നെ പറമ്പിലെ പുല്ല് പറിക്കാനാണോ സ്റ്റേഡിയത്തിനകത്ത് കയറുന്നത് എന്ന് ചോദിക്കേണ്ടിയിരിക്കും സ്വാഭാവികമായും. ഒന്നത്, താങ്കൾ കൃത്യമായി അവിടെ നേരത്തെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ. ഈ മലയാളികളുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് പൊതുവിൽ അവിടെ കാണാനാവുക? ഒരു സമഗ്രമായ ചിത്രം എങ്ങനെയാണ്? അരുൺ, ഡൽഹിയിലെ ഞാൻ നേരത്തെ പറഞ്ഞത് വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഡൽഹി ഗ്രൗണ്ടിനെ ഒരു സെക്കൻഡ് ഹോം ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയായിരിക്കാം ഇന്ന് ഈ നാടകങ്ങളൊക്കെ സംഭവിക്കുന്നത്. കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത്, ഞാൻ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം സൂചിപ്പിച്ചതാണ്, ഞങ്ങൾ 2004 സന്തോഷ് ട്രോഫി ഫൈനൽ കളിക്കുമ്പോൾ കേരളം അവസാനമായിട്ട് സന്തോഷ് ട്രോഫി നേടിയ വർഷം
ഞങ്ങളെ പോലും കേരള ടീമിനെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച, സ്റ്റേഡിയത്തിൻ്റെ പകുതി ഭാഗവും നിറഞ്ഞു കവിഞ്ഞിരുന്നത് മലയാളീസ് ആയിരുന്നു. ഞങ്ങൾ കേരളക്കാരായ കേരള ടീം പോലും ഞെട്ടിപ്പോയി. ഒരു സ്റ്റേഡിയത്തിൻ്റെ കേരളത്തിലുണ്ടാകുന്ന അതേ സപ്പോർട്ടാണ് അന്ന് നമുക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ നാടകങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. കാരണം നമുക്കറിയാം, സപ്പോർട്ട്, ഗ്രൗണ്ട് സപ്പോർട്ട് ഒരു വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും കളിയിൽ, അതിലൊരു സംശയവുമില്ല. കാരണം ഒരു പ്ലെയറിൻ്റെ പൊട്ടൻഷ്യൽ മുഴുവൻ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ സപ്പോർട്ട് സാധിക്കും. മാത്രവുമല്ല, ഒരു പ്രത്യേക ഊർജം നമുക്ക് കിട്ടുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ തോറ്റു നിൽക്കുകയാണെങ്കിൽ ആ സപ്പോർട്ട് നമുക്കൊരു എക്സ്ട്രാ എനർജി തന്നിട്ട് ആ മത്സരം വിജയത്തിലേക്ക് കൊണ്ടുപോകാം. ഒരു പക്ഷേ നമ്മൾ ജയിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അലസതയിലേക്ക് പോകുമ്പോൾ നമ്മുടെ കാണികൾ നമ്മൾ ഉണർത്തുകയും ചെയ്യും. അതൊക്കെ, അല്ലെങ്കിൽ എതിർ ടീമിനെ ഒന്ന് നമുക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൂവിയിട്ട് പരിഹസിക്കുകയും ചെയ്യും. അതൊക്കെ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും, പ്രത്യേകിച്ച് ഫുട്ബോളിൽ. കാരണം ആവേശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന ഒരു ഘട്ടത്തിൽ ഈ ഗ്രൗണ്ട് സപ്പോർട്ട് വലിയ ഘടകമാണ്. അതുകൊണ്ട് ഒരു പ്ലാൻഡ് ഇങ്ങനെയൊരു സംഭവം നടക്കുകയാണെങ്കിൽ അതൊരു പ്ലാൻഡ് പദ്ധതി തന്നെയായിരിക്കാം. കാരണം കേരളത്തിലെ കാണികളുടെ ഒരു പ്രത്യേകത ഞാൻ പലപ്പോഴും പറഞ്ഞത്, അതാണ് എവിടെയാണെങ്കിലും നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ അവരെത്തിയിരിക്കും. പ്രത്യേകിച്ച് ഡൽഹി, എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിലും പറഞ്ഞതാണ്, ഡൽഹിയിൽ നമുക്ക് നല്ല സപ്പോർട്ട് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ടീമിനെ, കേരളത്തിലെ ആൾക്കാർ, നമുക്കറിയാം ഡൽഹിയിൽ എത്രയോ മലയാളി സമാജം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവരൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. അതുതന്നെയായിരിക്കാം അവരൊക്കെ ഒത്തുകൂടുന്നതും. ഒരു പക്ഷേ ചിലപ്പോൾ ഒരു സ്ലോഗൻ തന്നെ അവർ പുറപ്പെടുവിച്ചിട്ടുണ്ടാകും. അതിനുവേണ്ട, ഞാൻ ഇന്നും ഓർക്കുന്നത് 2004 സന്തോഷ് ട്രോഫി കളിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ നവംബർ 1 നമ്മൾ അന്ന് വിൻ ചെയ്യുന്നത്. അന്ന് നമ്മുടെ മലയാളികളുടെ പാട്ടുകൾ ഗാലറിയിൽ ഒരേ രീതിയിൽ പാടുന്നത് കേൾക്കാറുണ്ട്. നമ്മുടെ ഇവിടെ കേരളം എന്ന പാട്ട് പാടുന്നത് കേൾക്കാറുണ്ട്. അതുപോലെ ഒരേ രീതിയിൽ, ഒരുപക്ഷെ കേരളത്തിലെ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ പോലും അത്രയും നല്ലൊരു അച്ചടക്കം, നമുക്ക് അത്രയും നല്ലൊരു നമ്മുടെ നാടിനോടുള്ള സ്നേഹം കാണാറില്ല. പലപ്പോഴും നമ്മൾ കാണാറില്ല, ദുബായിലൊക്കെയാണ് ഓണം ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡൽഹിയിലും മലയാളികൾ ഈ ടീമിന് ഒരിക്കലും ഒരു കുറവും വരുത്തില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി വിനേഷ്, ഒപ്പം സുദേശ്, ഈ ഘട്ടത്തിൽ പങ്കെടുത്തതിന്, വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ അവലോകനം ചെയ്തതിന്. മത്സരത്തിലേക്ക് ഇനി 1 മണിക്കൂർ മാത്രമാണ് ഉള്ളത്. ആവേശകരമായൊരു മത്സരം ആണ് ഡൽഹിയിൽ നിന്ന് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും.